വയറൊക്കെ ഒരു പട്ടീനെ 2 പേര് സെന്റർ ഫ്രഷ് 2 കിലോ കുറഞ്ഞു ഞാൻ. അപ്പം ഇവിടെ ഒരു ഗ്രീൻ പോലെ ഇവിടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഹായ് വന്നോ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. ചേച്ചി മരത്തിൽ നിന്ന് വീണിട്ട് ആക്ച്വലി ഏകദേശം 7 ദിവസമായി. കായ് ഒടിഞ്ഞിട്ടില്ല, ചെറിയൊരു ഉളുക്ക അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ബാൻഡേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ശരിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തെങ്ങനെ കുളിക്കാതെ പോലെ തോന്നും. ആക്ച്വലി ഞാൻ ഡ്രസ്സ് അലക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് തലമൊത്തം ഉണ്ടല്ലോ റോസ്മേരിയുടെ ഓയിൽ ഫുള്ളും തേച്ച് വെച്ചാണ്. അപ്പോഴേക്കും ഒരു ഹോസ്പിറ്റലിൽ പോകണം അർജൻറ്റാക്കിയപ്പോൾ അത് എണ്ണ തലയോടുണ്ട് ഞാനിങ്ങനെ വന്നിരിക്കുന്നത്. ഫേസ് മൊത്തം ഓയിൽ പോലെ തോന്നുന്നുണ്ട്. ഇതില്ലേ ഇത് എൻ്റെ മൂക്കുത്തി ഒന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഹോൾ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൾ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വന്നിട്ട് മറ്റേ വെള്ളി അല്ലാതെ മറ്റൊരു സംഭവം കിട്ടില്ല, നോർമൽ മൂക്കുത്തി അത് ഇട്ടപ്പോൾ എൻ്റെ പഴുത്തും. ആ പഴുത്തതിന് ശേഷമാണ് ഞാനിങ്ങനെ കോഡിട്ടിരിക്കണം. ഓക്കെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു ബുയിൻ്റെ വീട്ടിൽ വന്നിരിക്കണം. ഇവിടെ നിന്ന് അങ്ങനെ പോകാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ വരുന്ന പറഞ്ഞു, ഞാൻ കുളിച്ചിട്ടില്ല, എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് ഫേസിനാകുമ്പം ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ പോകാനല്ലേ പറഞ്ഞിട്ട് എന്താ കിട്ടിയ ആ ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സ് മുഴുവൻ ചേച്ചിൻ്റെ ഡ്രസ്സാണ്. നോക്കും എൻ്റെ വയറ് ഉള്ളത് കാരണം ചേച്ചിൻ്റെ ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് എനിക്ക്. ഞാൻ ഈ ഡ്രസ്സ് മൊത്തം അലക്കിയത് കാരണം എനിക്ക് ഒരു ഡ്രസ്സും ഇല്ല ഇടാൻ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എമർജൻസി ആയിട്ട് വന്നത് കാരണം ഒരു ഡ്രസ്സും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ 2-3 ടീഷർട്ടും 2 ജീൻസ് അങ്ങനെ ഞാൻ എന്തോ എടുത്തത് കാരണം എനിക്ക് നിറയെ ഡ്രസ്സ് ഇല്ല, മാറി ഇടാനുള്ള ഡ്രസ്സില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതെന്തോ ഒരേ സെയിം ഡ്രസ്സ് 2-3 പീസ് ഇടുന്നു വിചാരിക്കും. ആക്ച്വലി സത്യാവസ്ഥ ഇതാണ്, ഡ്രസ്സ് ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. ഓക്കെ, ഫേസ് നോക്ക്. അപ്പോൾ ഞാൻ വേറെ ബൂൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്, ഞാനും ചേച്ചിയും. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, അവരുടെ വീട് എങ്ങനെയാണ് കാണിച്ചു തരാം. ഞങ്ങളുടെ നായയാണ് പട്ടി. ഈ പട്ടി വെറുതെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പട്ടീനെ ചങ്ങല കാണാനില്ല, പൊട്ടിപ്പോയി തോന്നുന്നു. അപ്പോൾ ഇവർ ഷോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഹേ ബോയ്, അതെൻ്റെ ബൂയാണ്. ബൂയ് മീൻസ് ചേച്ചിൻ്റെ ഹസ്ബൻഡ് അമ്മ. ആൻഡ് ഇത് വന്നിട്ട് എൻ്റെ സോൾട്ടിന. സോൾട്ടി പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ മുറച്ചക്കൻ. സോൾട്ടിന് പറഞ്ഞാൽ മുറപ്പെണ്ണ്. അങ്ങനെ ഞങ്ങളുടെ അങ്ങനെയാണ് ബന്ധം. ഇതെൻ്റെ ബൂയിൻ്റെ മക്കളൊക്കെ ഞങ്ങളുടെ സോൾട്ടിന് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പട്ടിക്കുട്ടി. ഇവരുണ്ടല്ലോ കയറ് വെച്ചിട്ടാണ് കെട്ടുന്നത് പട്ടീന്. പാവം പട്ടി. कुकुरले जिउरोले भन्ने एउटा बु यहाँ छ, अर्को बु यहाँ छ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പട്ടീനെ 2 പേര് കൂടിയിട്ട് കയറിലിട്ട് കെട്ടുകയാണ്. കെട്ടിയ ലക്ഷണം ഒന്നും കഴിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത സോൾട്ടിൻ എൻ്റെ ചേച്ചിൻ്റെ ഭർത്താവിൻ്റെ അനിയത്തി, ലാസ്റ്റ് അനിയത്തി. പേരെന്തുവാണ് ഞാൻ മറന്നുപോയി. ഞാൻ എന്താ കഴിക്കാൻ പോകുന്നു. സെൻറ്റർ ഫ്രൂട്ട്. ഇതൊന്നിന് 2.5 രൂപ, 5 രൂപയ്ക്ക് 2 ഓക്കെ. ഇതാണ്ട വേറൊരു ബൂവിൻ്റെ വീട് കണ്ടില്ല, പശുവിൻ്റെ തൊളുത്തുണ്ട്. ഇങ്ങനെയാണ് വീട്. ഞാൻ ഓൾറെഡി ഈ വീട്ടിൽ നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പഴയ വീടുകൾ. എന്ത് നല്ല വ്യൂ ആണല്ലേ. നെല്ല്, ഗോതമ്പ്, ചോളവും. എനിക്കെപ്പോഴും ഗോതമ്പും ചോളവും ഭയങ്കര കൺഫ്യൂഷനാണ്. എപ്പോഴും ചെറുപ്പം മുതലേ അങ്ങനെയാണ്, ഗോതമ്പും ചോളവും. ഇത് ചോളം, ഗോതമ്പ് ദോശ അല്ല, ഇത് ഗോതമ്പ് അല്ലല്ല, ചോളം നമ്മളിങ്ങനെ കോണ കഴിക്കില്ലേ അത്. ഇതെൻ്റെ ചേച്ചി കണ്ടില്ലേ കൈ.
ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ വന്നിട്ടുണ്ട്. അവർ ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്ത് നിൽക്കാം കേട്ടോ. ഇതാ പട്ടി, ഇതാണ് ഞങ്ങൾ പട്ടി. ഹലോ 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 എനിക്ക് കുക്കുറോगे कुकुर ഹലോ എനിക്ക് മൊത്തം ഇതാ മേരെ ദീദി അതെ ഈ കണ്ടില്ലേ ഫുള്ളും ഇവിടെ നിന്ന് ഇതുവരെ ഫുള്ളുണ്ടല്ലോ ഒരു ഗ്രീൻ കളർ പോലെയായി. ഗ്രീനും ഒരു पर्पल कलर है. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കേ കുറഞ്ഞ പ്ലാസ്റ്റർ ലഗാനെ ക്യാമറമാൻ ക്യാമറ പിടിക്കാൻ അറിയാതെ എങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം എത്ര ഏത് ഇതിലാണ് കിട്ടുന്ന എനിക്കറിയില്ല. നിങ്ങൾ സംഭവം കാണിച്ചിട്ട് വിചാരിച്ചിട്ടാ. ഇത് കണ്ടില്ലേ, ഇത് വന്ന് മഷ്റൂമാണ് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഇവിടെ മഷ്റൂം ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മഷ്റൂം സീസൺ ആയത് കാരണം ഇവിടെ വന്നിട്ട് മഷ്റൂം നന്നായിട്ട് ഉണക്കിയിട്ട് കറി വെച്ച് കഴിക്കും. ഇത് നിങ്ങൾ എന്താ വാഷ് ചെയ്ത് ഉണക്കുന്നത് വിചാരിക്കും. ആക്ച്വലി ഇവിടെ വാഷ് ചെയ്യില്ല. ഇതിങ്ങനെ ഉണക്കിയിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ചൂടാക്കിയിട്ട് നമ്മൾ കഴിക്കും. ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ഇതിൽ കുതിർക്കാൻ വെക്കുമ്പോൾ ഇതിലുള്ള മണ്ണൊക്കെ അടിയിൽ പെടും. ഓക്കെ, അങ്ങനെ കറി വയ്ക്കും. നല്ല എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള മഷ്റൂം അത്ര ഇഷ്ടമല്ല. ഡ്രൈ ആയിട്ടുണ്ടാവില്ല, ഇതേപോലെ ഉണക്കിയിട്ട് അത് നന്നായിട്ടുണ്ടാവും. എല്ലാവരും അങ്ങനെ അപ്പം തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ നല്ല മഷ്റൂം. ഇതാണ് നേപ്പാളിലെ ഗൂർഖ കയറാ. ഇതാണ് ഞങ്ങളുടെ നേപ്പാളിലെ हुकुरी कत्ती. ओके ना, के गर्छ मैले जस्तो कि जन्तु मार खान्ने के अरे मार हान्ने नि हारो गर्छ नि बाख्रा काट्ने. ഇത് ആടിനെ മുറിക്കാൻ പറഞ്ഞു നോക്കുന്നത്. ഗൂർഖ കത്തി ചില എന്നെ ചോദിക്കാണ് ഗൂർഖ കത്തി കിട്ടുമെന്ന്. പക്ഷെ നമ്മളെ അത് എവിടെയും കിട്ടില്ല. ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലേ. ഓക്കെ എന്നാ ബുണുസ് ബാജേ. ബുണുസ് ബൈ ബുണുസ്. അങ്ങനെ എൻ്റെ ബൂയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. നടന്നു പോണ് ഷെയ്ക്കാവാണ് മൊബൈൽ കയ്യിൽ പിടിക്കുമ്പോൾ. എന്നാ പോയി ഇത് ഹംസ്തോ ഒരു സംഭവം ഇത് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ കൈ ഒടിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നാൽ ഇല്ലെങ്കിൽ ഡെലിവറിയൊക്കെ അയച്ചാൽ കുട്ടി ഡെലിവറിയൊക്കെ അയച്ചാൽ മഞ്ഞൾ പച്ച മഞ്ഞൾ അരച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് എണ്ണയിലിട്ടിട്ട് കഴിക്കും. അങ്ങനെ കഴിക്കും ഒന്ന്. പിന്നെ ഈ പാത്രം എന്തിനാ പറഞ്ഞാൽ നെയ്യ്, അതേപോലെ നെയ്യ് വലിയ 2 സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് ചായ കുടിക്കുന്ന പോലെ, ആ ചൂടിലല്ല ആറിയിട്ട് വെറുതെ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കും. അപ്പം ആ നെയ്യ് കൊണ്ടുവന്നിരിക്കുക. ചേച്ചി കൈ ഒടിഞ്ഞത് കാരണം നെയ്യ് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങൾ. എന്താ ദൂരം നോക്കൂ. ഹോസ്പിറ്റലിൽ 15 മിനിറ്റ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഇനി ഒരു 15 മിനിറ്റ് ആവും, 1/2 മണിക്കൂറാവും തോന്നും. ഞങ്ങൾ ചേച്ചിക്ക് നടക്കാൻ വയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ, ഇവിടുത്തെ ചേച്ചിൻ്റെ അടുത്ത ഹോസ്പിറ്റൽ. എന്താ മാജിക്കാർ ഞങ്ങളെ വിളിക്കുന്നത്. ഇത്രയും പേരാണ്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത്ര വലുതല്ല, നമ്മൾ നോർമലി പ്രൈവറ്റ് ഇത് ചെറിയ ക്ലിനിക് പോലെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് കാണുന്നത്. ചേച്ചിയും ബൂയും കൂടിയിട്ട് ഉള്ളിൽ കയറാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. ഈ ബൂയും ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഫാർമസി. ബൂയ് ബോണസ്നാ വെയിറ്റ് അറമേ അപ്പോൾ വനക്കോ ഊർ കൊഞ്ചനി മാഞ്ചു ഊർ കൊഞ്ചനി തുമ്മക്കെ വെയിറ്റ് അറന്നക്കെ എറമേ ആനുസ്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് 72 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് മെഷീൻ നോക്കുമ്പോൾ ഒക്കെ നമ്മൾ എത്ര കിലോ ഉണ്ടെന്ന് ഞാൻ. ഓക്കെ, എത്രയുണ്ട് വെയിറ്റ് നോക്കൂ. എൻ്റെ വയറ് കാരണം 70 കിലോ, 2 കിലോ കുറഞ്ഞു ഞാനപ്പോൾ. അയ്യോ, ഞാൻ എന്നെ ബൂയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബൂയി
60 കിലോ ഉള്ള ഞാൻ 70 കിലോ ഉണ്ട്. ഡോക്ടർ പുറത്ത് പോയപ്പോൾ ഞങ്ങൾ വേഗം ഉള്ളിൽ കയറുന്നതാണ് കേട്ടോ. പിന്നെ ചേച്ചിന് കൈ ഞാൻ കാണിച്ചത് അങ്ങനെ ദേഹത്തോ ഈ ഒരു അവസ്ഥയാക്കിയിരിക്കും നമുക്ക്. കണ്ടോ ഇവിടെ ഒരു ഗ്രീൻ പോലെ ഇവിടെ പർപ്പിൾ പോലെ കിട്ടില്ല ഇങ്ങനെ ചേച്ചിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ചേച്ചിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് എക്സ്റേ ചെയ്യൂ, എക്സ്റേ ചെയ്ത ശേഷം എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഒരാഴ്ച മുമ്പ് ചേച്ചി വീണപ്പോൾ എക്സ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാം ഒടിഞ്ഞതായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വീക്ക് പോകണം പറഞ്ഞിട്ടാണ് മെഡിസിനും അതിനനുസരിച്ചുള്ള മെഡിസിനും അതുപോലെ കൈ കെട്ടിയത് മാത്രമായിരുന്നു പിന്നെ ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടും കൈവേദന നന്നായിട്ട് മാറിയിട്ടുമില്ല. അതുപോലെ നല്ല വേദന ഉണ്ടായിരുന്നു, വീക്കം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടറിന് എക്സ്റേ ചെയ്തിട്ട് വരും എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ അറിയില്ല ഇപ്പോൾ എക്സിൽ എന്താ വരുന്നതെന്ന്. ആദ്യം ഇല്ലയെന്ന് കൈ ഒടിഞ്ഞിട്ടില്ലെന്ന് കാണിച്ചിട്ടാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചേച്ചി അതൊരു ചെറിയൊരു ടെൻഷനുണ്ട്. നമുക്കിനി എക്സ്റേ ചെയ്തിട്ട് കാണാം. അപ്പോൾ എക്സ്റേ ചെയ്യാൻ പോകണ്ട അവിടെ ഇത് ചേച്ചി ആവണു ചാ കൈ എക്സ്റേ ചെയ്യാൻ പോകണ്ട ഇവിടെ. കൈ എക്സ്റേ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എക്സ്റേ ഇങ്ങനെയാണ് നമ്മളവിടെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ട് എക്സ്റേ കാണിച്ചിട്ട് എങ്ങനെയാണെന്ന് മീൻസ് എടുത്ത് കഴിഞ്ഞ ശേഷം ഇവർ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇത് എന്തെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, എക്സ്റേ ചെയ്ത ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവർ. ഇപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇത് പോയി കാണിക്കണം. അപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ എന്താ അവസ്ഥ എന്ന്. കാണുമ്പോൾ എനിക്ക് കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഡോക്ടർ വന്ന് അവർ പറയുമ്പോൾ നമുക്ക് അറിയുള്ളൂ എന്താണെന്ന്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടുത്തെ എക്സ്റേ കണ്ടുപോകും. നേപ്പാളിലെ എക്സ്റേ മീൻസ് നേപ്പാൾ ഫുള്ളില്ല കേട്ടോ, ഞങ്ങളുടെ ഏരിയയിലുള്ള എക്സ്റേ. ഇനിയിപ്പോൾ ഞങ്ങളുടെ എവിടെ പറയുമ്പോൾ നേപ്പാൾ ഫുള്ളെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഞങ്ങളുടെ ഏരിയയിലുള്ള ചെറിയൊരു ക്ലിനിക്കിൽ ഒരു എക്സ്റേ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഉള്ളൊരു സ്റ്റാഫിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്റേ നമ്മൾ തുണി ഉണക്കില്ല അതേപോലെ ഇങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കണം തൂക്കിയിട്ടിരിക്കണം ഞാൻ ചോദിച്ചു. അപ്പോൾ അവനടുത്ത് പറഞ്ഞത് 2 ടൈപ്പ് എക്സ്റേ ഉണ്ട്. ഒന്ന് വന്നത് ഡിജിറ്റലും ഇതുകൊണ്ട് ഒന്ന് വന്നത് ഡിജിറ്റൽ അല്ലാത്തതും. ഡിജിറ്റലാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവരും എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും പ്രോസസ്സ്. പക്ഷേ ഇത് വരുമ്പോൾ ഡിജിറ്റൽ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുക സ്കാൻ ചെയ്ത് മീൻസ് എക്സ്റേ ചെയ്ത ശേഷം ഇങ്ങനെ ഉണക്കാൻ ഇട്ടിരിക്കണം എന്ന് ഇവിടുത്തെ ഒരു സ്റ്റാഫിനടുത്ത് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ എക്സ്റേൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇനി വന്നിട്ടില്ല, ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. വന്ന ശേഷം നമുക്ക് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എക്സ്റേ റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ആ ബാൻഡേജ് കെട്ടിയതിൻ്റെ ഒരു വീക്കമാണ്. ഇപ്പം ടൈറ്റ് ഒന്നും കെട്ടുമല്ലോ, കെട്ടിയതിൻ്റെ വീക്കമാണ്, അത് കാരണമാണ് വീങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് ഓയിൽമെൻറ്റും അതുപോലെ മരുന്നും തരം കഴിക്കും, അത് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റൽ പുറത്ത് വന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ചെറിയൊരു ഹോട്ടലിൽ ജസ്റ്റ് മാഗി ടൈപ്പ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും നേരം ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് എൻ്റെ അമ്മമ്മയ്ക്ക് ചിരി അടക്കാൻ വയ്യാതെ ഇപ്പോൾ ഞാൻ 3ാമത്തെ ടേക്കാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മീൻസ് ഒരു മലയാളം കേട്ടിട്ട് ചിരിക്കുന്നത്, ഇത് എന്താ ലാംഗ്വേജ് സംസാരിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ടാറ്റാ ബൈ ബൈ, സീ യു. ബൈ ബൈ എസ്രി. ബൈ ബൈ.